ആ സംഘടന എന്ന സോക്കോൾഡ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നിരുന്നുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇതൊക്കെ സ്വാഗതാർഹമാണ്, ഇതൊക്കെ പേരൊക്കെ പുറത്തു വരണം എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്രമാത്രം തൊലിക്കെട്ടിയാകും രേവതി? തൊലിക്കട്ടി അത് ഉണ്ട് ഹാഷ്മി. കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്. ഒരു ഫോട്ടോഗ്രാഫർ എന്റെ കൺസെന്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എന്റേതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പൊ തന്നെ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം, അത് ഞാൻ പറയാൻ പോകുന്നത്, ഇവരെല്ലാരും സെയിം ബോട്ട്, ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസും ഒരേ പോയിസണും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവര് തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത്. അപ്പോ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. അന്നും ഈ പറയുന്ന വളരെ യങ്, ഒരു 2021 ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ക്ഡ്. ഒരു കോളില് ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം, ഇതെന്താ ഇങ്ങനെ, ഇതാരാ, ലൈക്ക് ഇവർക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു. അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തൊരു കോള് വെച്ചു ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണം.